ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടൊരു ഐറ്റം ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഇത് ചിലർക്കൊക്കെ അറിയായിരിക്കും, ചിലർക്ക് അറിയാത്തവരായിട്ടുണ്ടാകും. നമ്മൾ തേങ്ങ പിന്നെ നടാതെ വിളഞ്ഞ തേങ്ങയൊക്കെ മാറ്റി വെച്ചിരുന്ന തേങ്ങ അതിനുള്ളിൽ തന്നെ ഇരുന്ന് മുളയ്ക്കാറുണ്ട്. അപ്പോൾ ആ മുളച്ച് വരുന്ന ഭാഗം നമ്മൾ തേങ്ങ പൊട്ടിക്കുമ്പോൾ ഇതേപോലെ കിട്ടും. അതാണ് പൊങ്ങെന്ന് പറയുന്നത്. പൊങ്ങ് വളരെ പച്ചയ്ക്ക് കഴിക്കാനൊക്കെ നല്ല മധുരമാണ്, കരിമ്പ് പോലെ മധുരമുള്ള ഭാഗമാണ്. അതിൽ പൊങ്ങ് വന്നിട്ടുള്ള തേങ്ങയുടെ വെള്ളത്തിനും ഭയങ്കര മധുരമാണ്, നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിന്ന് ടേസ്റ്റി ആയിട്ടുള്ളൊരു റോസ്റ്റ് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഈ റോസ്റ്റ് ഒരാളോട് നമ്മൾ പറയാതെയാണ് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് കൂണാണോ പനീറാണോ എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തേങ്ങയൊക്കെ ഒരുപാടൊക്കെ ഉള്ളിടത്തൊക്കെ ഇതേപോലെ പൊങ്ങൊക്കെ പിന്നെ എണ്ണ ഉണ്ടാക്കാനായിട്ടൊക്കെ തേങ്ങ ഒരുപാട് പൊട്ടിക്കുമ്പോഴൊക്കെ പൊങ്ങൊക്കെ ഇതുപോലെ ഒരുപാട് കിട്ടാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കിട്ടുന്നവർ ട്രൈ ചെയ്ത് നോക്കുക, നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ തേങ്ങ ആട്ടാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ ഞാൻ ചെന്നപ്പോൾ തന്നു വിട്ടതാണ്. അപ്പോൾ ഞാനിത് വെച്ചിട്ടൊന്ന് റോസ്റ്റ് ഉണ്ടാക്കി നോക്കുകയാണ്. ഓക്കെ, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനുവേണ്ടി നമ്മൾ ഒരു 10-15 കൊച്ചുള്ളി നെടുകെ കീറിയതും ഒരു സവാള നെടുകെ അരിഞ്ഞതും വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലതുപോലെ വിളഞ്ഞ വെള്ളമൊക്കെ വറ്റിയ തേങ്ങയായിരുന്നു, അത് കനം കുറച്ച് അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റണം. പച്ച തേങ്ങയാണ് അരിയുന്നതെങ്കിൽ അത് ആദ്യം തന്നെ മൂപ്പിക്കുന്നതായിരിക്കും നല്ലത്. ഇത് നല്ലതുപോലെ ഉണങ്ങിയ തേങ്ങയാണ്, അതുകൊണ്ടാണ് ഞാനത് ലാസ്റ്റ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതുകൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ലതുപോലെ തന്നെ ഉള്ളിയും എല്ലാം വഴണ്ട് ചേരേണ്ടതാണ്. അതിനുശേഷം നമുക്കിനി ചേർക്കാനുള്ളത് കറിവേപ്പിലയും തക്കാളിയുമാണ്. അപ്പോൾ തക്കാളി നിർബന്ധമായിട്ടും ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്, എങ്കിൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. പൊങ്ങിൻ്റെ ഒരു ബേസിക് സ്വഭാവം എന്ന് പറഞ്ഞാൽ മധുരമാണ്. അപ്പോൾ മധുരത്തിനനുസരിച്ച് നമ്മൾ എരിവും പുളിയും ചേരേണ്ടതായിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ തോരനും ട്രൈ ചെയ്തായിരുന്നു, തോരനും സൂപ്പറായിരുന്നു. തോരൻ ചെയ്യുകയാണെങ്കിൽ പച്ചമുളക് നിർബന്ധമായിട്ടും ചതച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ റോസ്റ്റിന് നിർബന്ധമായിട്ടും തക്കാളിയും തോരന് നിർബന്ധമായിട്ടും പച്ചമുളകും ചേർത്താലേ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് തക്കാളി ഇതേപോലെ ചെറുതായിട്ട് കീറിയിട്ടിട്ട് അത് നല്ലതുപോലെ വഴണ്ട് ചേരുന്നത് വരെ നല്ലതായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, അതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടിക്ക് ശേഷം നമുക്ക് പ്രത്യേക അളവൊന്നും വെച്ചിട്ടില്ല, എല്ലാം കുറേശ്ശെയാണ് ചേർത്ത് കൊടുത്തത്. ചിക്കൻ മസാല കുറച്ച് ചേർത്തു. അതിന് ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അപ്പോൾ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ഈ പൊങ്ങ് ഒന്നുകൂടെ കാണിക്കുകയാണ്, കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി. ഇതേ രീതിയിലാണ് ഇരിക്കുക. പല തേങ്ങയിൽ പല വലിപ്പത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ഇച്ചിരി കുറച്ച് വലിയ പീസായിട്ടാണ് ഞാനത് മുറിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാടങ്ങ് ഇളക്കരുത്, ഇളക്കിയാൽ അത് മുറിഞ്ഞു പോകും. ഇതിപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക്, ഒരു 6-7 കുരുമുളക് എടുത്ത് ചതച്ചതാണ്. അപ്പോൾ എരിവ് ഒരുപാട് വേണ്ട, ചെറിയൊരു എരിവ് മതി. എന്നിട്ട് ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇളക്കി കൊടുത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ച് ചെറിയ തീയിലൊന്ന്, ഒരു വലിയ വേവിൻ്റെ ഒന്നും ആവശ്യമില്ല, ചെറിയ ഇതേപോലെ ഒന്ന് തപ്പിപ്പൊത്തി വെക്കുക. എന്നിട്ട് ഒന്ന് അടച്ച് വെക്കുക ചെറിയ തീയിൽ. ഒരു 10 മിനിറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു 5 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. ശേഷം കുറച്ച് കറിവേപ്പിലയൊക്കെ നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഇളക്കി എടുക്കാനായിട്ട് പറ്റും. നല്ല ടേസ്റ്റുള്ള നല്ല ഒരു റോസ്റ്റാണ്. നമുക്ക് ഇപ്പോൾ ഒരാളോട് പറയാതൊക്കെ കൊടുത്താൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല ഇതെന്താണ് സാധനം എന്ന്. അപ്പോൾ ചോറിൻ്റെ കൂടെ ട്രൈ ചെയ്യാം, ദോശയുടെ കൂടെയോ ഒക്കെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോഴും ഗോതമ്പ് ദോശയുടെ കൂടെയാണ് എടുത്തത്. അപ്പോൾ വൈകുന്നേരമായിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ ഗോതമ്പ് ദോശയുടെ കൂടെ